സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വിജയ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. തമിഴ്നാട്ടിലെ സഖ്യത്തിനൊക്കെ ശേഷം നിർണായകമായ ചർച്ച ഡൽഹിയിൽ നടക്കുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വിജയ് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം നോബൽ മാരിക്കാരൻ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPI നേതൃത്വവുമായും വിജയ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ചയും ഉണ്ടാകും. തമിഴ്നാട്ടിൽ സഖ്യം സാധ്യമായതിന് പിന്നാലെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകളിലേക്ക് വിജയ് കടക്കുകയാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിലേക്ക് വിജയ് കടക്കുന്നു. സോണിയാഗാന്ധിയുമായുള്ള ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷം D രാജയുമായി കൂടിക്കാഴ്ച നടത്താനാണ് വിജയ് ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയൊക്കെ അല്പസമയത്തിനകം തന്നെ വരും. തമിഴ്നാട്ടിൽ എന്തായാലും സഖ്യം സാധ്യമായിട്ടുണ്ട്. വിജയകരമായി തന്നെ ആ സഖ്യം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലവുമുണ്ട്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ ഇതാ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഇനി CPI നേതൃത്വത്തെ കാണാനാണോ വിജയ് പോകുന്നത്? നോബൽ, രജിത്ത്, അല്പം മുമ്പാണ് സോണിയാഗാന്ധിയുടെ 10 ജനപഥത്തിലെ വസതിയിൽ നിന്ന് വിജയുടെ സംഘം ഏതാണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നത്. വിജയും വിജയുടെ വാഹനവ്യൂഹവും പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച, അതായത് വിജയ് മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമാണ് ദില്ലിയിലെത്തി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി എന്നീ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് അദ്ദേഹം ദില്ലിയിൽ എത്തിയതാണ്. നീതി ആയോഗ് യോഗം നാളെ നടക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് എത്തിയത്. എന്താണെങ്കിലും വിജയ്ക്ക് ആദ്യം തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാർ രൂപീകരണത്തിന്. DMKയുമായി ചർച്ചകൾ പോലും നടത്താതെ പിന്തുണ നൽകിയിരുന്നു. അതിന്റെ ഒരു നന്ദി അറിയിക്കുക കൂടിയാണ് ഇപ്പോൾ വിജയ് എത്തിയിരിക്കുന്നത്. വിജയ് എത്തിയതിന് പിന്നാലെ സോണിയാഗാന്ധിക്ക് പൂക്കൾ നൽകി അത്തരത്തിൽ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പൂക്കൾ നൽകുന്ന ഫോട്ടോയൊക്കെ എന്താണെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മാറ്റം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ DMKയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ എന്താണെങ്കിലും TVKയ്ക്ക് ഒപ്പമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യത്തിൽ നിർണായകമായ നീക്കമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആ ഘട്ടത്തിൽ എടുക്കുകയും ചെയ്തത്. എന്താണെങ്കിലും വിജയ്ക്ക് പണ്ട് മുതൽ തന്നെ കോൺഗ്രസുമായി വലിയ ആത്മബന്ധമാണ്. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലടക്കം വിജയെ നേരത്തെ കോൺഗ്രസ് പരിഗണിച്ചതായിരുന്നു. സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമൊക്കെ അത്തരത്തിൽ വലിയ ബന്ധം പണ്ട് മുതൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു സിനിമാ താരവും നേതാവുമാണ് വിജയ് എന്ന് പറയുന്നത്. എന്തായാലും വിജയ് ഇന്നിപ്പോൾ 10 ജനപഥത്തിൽ എത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. വലിയ സുരക്ഷാ വലയത്തിലാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വിജയ് എത്തിയത്. ഇനിയിപ്പോൾ പോകുന്നത് CPIയുടെ ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിലേക്കാണ്. അവിടെ എത്തി D രാജയുമായി കൂടിക്കാഴ്ച നടത്തും. MA ബേബി ഇന്നിപ്പോൾ ദില്ലിയിലില്ല, അതുകൊണ്ട് CPM ഓഫീസിലേക്ക് അദ്ദേഹം പോകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയുമായും അതോടൊപ്പം തന്നെ പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനിയിപ്പോൾ നീതി ആയോഗ് യോഗമാണ് നാളെ നടക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വിജയ് ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം PD സതീശൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരെല്ലാം ഇന്നും നാളെയൊക്കെ ദില്ലിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് നീതി ആയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. എന്താണെങ്കിലും വലിയ നിർണായകമായ കൂടിക്കാഴ്ചയാണ് വിജയ് നടത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വത്തെ കാണാതെ പോയത് മറ്റെന്തെങ്കിലും പിണക്കം ഈ സഖ്യത്തിലുള്ളത് കൊണ്ടാണ് ചർച്ചയൊക്കെ ഉയർന്നിരുന്നത്. എന്തായാലും ചർച്ചകൾക്കൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുന്നു. ഇന്നിപ്പോൾ 10 ജനപഥത്തിലെത്തി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ വിജയ് കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരുപക്ഷെ നാളെ കണ്ടേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. റീജിത്ത്, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി വിജയ് പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഒരു സഖ്യം സാധ്യമായതിന് പിന്നാലെ, സർക്കാർ സാധ്യമായതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം അതിന് മുൻകൈ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ വിജയ് കടന്നിരിക്കുന്നത്. അതിനുശേഷം CPI നേതാക്കളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച പിന്നീടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. നോബൽ, തമിഴ്നാട്ടിലെ സഖ്യത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് സഹകരിച്ച് ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകുമല്ലോ നോബൽ? രജിത്ത്, ഉറപ്പായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലകം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആലോചനയിലേക്ക് പോയിരുന്നു. അക്കാര്യത്തിലേക്ക് ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് DMK ഇന്ത്യ സഖ്യം വിട്ട് പോയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സഖ്യ യോഗത്തിലടക്കം DMK പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് BJP വിരുദ്ധ ചേരി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ DMK ആരംഭിച്ചിട്ടുണ്ട്. ഒരു 3ാം ചേരിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അടക്കമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജയ് ഒപ്പം നിർത്തേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യകത കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നിർണായക കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിൽ TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ 5 MLAമാരുമായി പിന്തുണ നൽകിയത് കോൺഗ്രസ് ആണ്. സംസ്ഥാന നേതൃത്വം നേരത്തെ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ വിജയ്ക്ക് പോകണം എന്ന നിലപാടായിരുന്നു
സ്വീകരിച്ചത്. പക്ഷേ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് DMK ചെലുത്തിയ അന്നത്തെ സമ്മർദ്ദമാണ് അന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് TVKയ്ക്കൊപ്പം പോകാൻ കഴിച്ച സാഹചര്യം കോൺഗ്രസിന് ഉണ്ടായത്. പിന്നീട് ആ സാഹചര്യം മാറുകയും തെരഞ്ഞെടുപ്പ് ശേഷം ആ സഖ്യത്തിന്റെ രൂപീകരണവും സഖ്യവും യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗും CPM CPI ഒക്കെ ഇതിൽ വിജയ്ക്ക് പിന്തുണയുമായി എത്തുന്ന കാഴ്ച എന്താണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം വിജയുടെ വാഹനവ്യൂഹം എന്തായാലും അജോയ് ഭവനിലേക്ക് എത്തും. നമ്മുടെ റിപ്പോർട്ടർ ആദിൽ പാലോട് അവിടെ എന്താണെങ്കിലും കാത്തു നിൽക്കുന്നുണ്ട്. വലിയ സുരക്ഷയാണ് എന്താണെങ്കിലും വിജയ്ക്ക് ഉള്ളത്. ഒരു സിനിമാ താരം കൂടി ആയതുകൊണ്ട് തന്നെ ജോസഫ് വിജയ്ക്കുള്ള സുരക്ഷ എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ സുരക്ഷ. നമ്മൾ ദില്ലിയിൽ അടുത്ത കാലത്ത് ഇത്ര വലിയ സുരക്ഷ എന്താണെങ്കിലും നമ്മൾ മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ആർക്കും കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വലിയ സുരക്ഷാ വലയത്തിലാണ് വിജയുടെ ദില്ലിയിലെ യാത്ര എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇതാണെങ്കിലും ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം സർക്കാരിന്റെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളും വിജയ് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് അടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണെങ്കിലും വിശദമായ കൂടിക്കാഴ്ച ഉണ്ടായി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറെക്കുറെ 6 മണിക്കൂർ സമയം വിജയ് അവിടെ വസതിയിൽ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ 6 മണിക്ക് ശേഷം സോണിയാഗാന്ധി അങ്ങനെ വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കുന്ന ഒരാൾ കൂടിയല്ല. പക്ഷേ എങ്കിൽ പോലും വിജയ് വന്നപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടായി. പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഒന്നാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെ കൃത്യമായ ഒരു കൂടിക്കാഴ്ചയും കൃത്യമായ ചർച്ചകളും നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ആദിൽ പാലോട് കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിൽ CPI ഓഫീസിന് മുമ്പിലാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പോഴിതാ കോൺഗ്രസുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. നേരത്തെ ഇക്കഴിഞ്ഞ ഇന്ത്യ സഖ്യ യോഗത്തിൽ പോലും DMKയെ ചേർത്ത് നിർത്തണം എന്നൊരു പൊതുവികാരം ഇന്ത്യ സഖ്യത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. പാർട്ടികൾ അത്തരത്തിലുള്ള നിലപാടൊക്കെ സ്വീകരിച്ചതാണ്. പക്ഷേ TVKയുമായി കൂടുതൽ അടുക്കുന്നു, ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുകയാണോ TVK എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് നിർണായകമായ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ. ആദിൽ പാലോട്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ അജോയ് ഭവനിലേക്ക് എത്തും എന്നതാണ്. അജോയ് ഭവനിലെ മുന്നിലെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജോയ് ഭവനിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാജ അടക്കമുള്ളവർ, രാജയും കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം അജോയ് ഭവന് മുന്നിൽ സ്വീകരണത്തിനായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പൂച്ചെണ്ടുമായി രാജയൊക്കെ എത്തിയിട്ടുണ്ട്. രാജയൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഈ അജോയ് ഭവന്റെ ഗേറ്റുകൾ തുറന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും വിജയ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാഹനവ്യൂഹം അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റാണ് ഇങ്ങോട്ട് എത്താനുള്ള സമയമുള്ളത്. ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റിലേറെയായി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞതാണ്. വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച എന്നുള്ളതാണ്. സർക്കാർ രൂപീകരണത്തിൽ നിർണായക ശക്തിയായത് CPIയും CPM-ഉം മുസ്ലിം ലീഗും VCKയുമായിരുന്നു. അതിൽ ഇപ്പോൾ CPIയുടെ ദേശീയ ആസ്ഥാനം സന്ദർശിക്കാനായി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം ദില്ലിയിൽ 2ാമത്തെ തവണ ദില്ലിയിലെത്തുമ്പോൾ രാജയെ സന്ദർശിക്കാനായി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ CPIയുടെ സംസ്ഥാന കാര്യാലയം ചെന്നൈയിൽ CPIയുടെയും CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം കാര്യാലയങ്ങൾ പ്രത്യേകം സന്ദർശിച്ചിരുന്നു വിജയ് എന്നതാണ്. ഇപ്പോഴിതാ എത്താൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അജോയ് ഭവനിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും കേവല ഭൂരിപക്ഷം TVKയ്ക്ക് ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് സഖ്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനവുമാണ്. ഈ ചർച്ച ആ നിലയ്ക്ക് കൂടി പ്രസക്തമാണ്. റീജിത്ത്, ശരി, സഖ്യകക്ഷികളെ എല്ലാം ചേർത്ത് നിർത്തുന്നതിൽ ഒരു രാഷ്ട്രീയ ജാഗ്രത വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെത്തി